പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലെ പുതിയ ക്ഷേത്രത്തിലേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങൾ. द्वार से प्रवेश हो गया। नृत्य मंडप में प्रवेश कर गए। रंग मंडप में प्रवेश हो गया। अब वो पूर्ण मंडप में प्रवेश करने वाले हैं। वहीं पर सब ट्रस्टीगण, राष्ट्रीय स्वयंसेवक संघ के सरसंघचालक डॉक्टर मोहन राव भागवत, उत्तर प्रदेश के माननीय मुख्यमंत्री योगी आदित्यनाथ जी, उत्तर प्रदेश की राज्यपाल महोदया ധനസുമോദ് വിവരങ്ങൾ നൽകാൻ. ധനസുമോദ്, ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് തുടക്കമായോ? ഇതിനുള്ള സാമഗ്രികളുമായിട്ടുള്ള ഈ ശ്രീകോവിലേക്ക് തന്നെ യജമാനായിട്ട് കരുതുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോവുകയാണ്. അദ്ദേഹം ഇതൊരു 84 സെക്കൻഡാണ് ഒരു പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളായിട്ട് കാണുന്നത്. അതിനനുസരിച്ച് ഇന്ന് 12:30-ക്കാണ്, 12:29-നും 12:20-നും 12:30-നും ഇടയിലാണ് ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കണമെങ്കിൽ പോലും അതിന്റെ ഒരു കൃത്യം മുഹൂർത്തം ചടങ്ങായി കരുതുന്നത് 12:29-ന്റെ 84 സെക്കൻഡ് ആണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളായിട്ട് കണക്കാക്കുന്നത്. ഇതിനു വേണ്ടിയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യജമാന സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ ശ്രീകോവിലേക്ക് കടന്നു പോകുന്ന ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. आज अत्यंत प्रफुल्लित है, आज उल्लास चारों ओर, आज आनंद चारों ओर। क्यों न हो, भगवान श्री राम पधारे हैं, भगवान श्री राम प्राण प्रतिष्ठित होने जा रहे हैं, चेतना का संचार होने जा रहा है भगवान श्री राम की उस मूर्ति में, जो इस वक्त थोड़ी ही देर बाद आप देखेंगे कि कमल पत्र पर वो विराजमान खड़े भक्तों को दर्शन देंगे नव्य और भव्य रूप में। साथ ही साथ पुराने रामलला विराजमान भी अपने स्वरूप में स्वर्ण सिंहासन पर भक्तों को दर्शन देंगे। वो दिव्य दर्शन जिसके लिए सभी की आंखें तरस रही थी। दिव्य क्षण, युगांतकारी क्षण, प्रधानमंत्री नरेंद्र मोदी पहुंच चुके हैं गर्भगृह में। प्राण प्रतिष्ठा होनी है भगवान श्री राम के बाल मूर्ति के बाल विग्रह की। इन क्षणों को अगर देखें तो प्रधानमंत्री नरेंद्र मोदी समूची सनातन संस्कृति के बिंब के रूप में, कर्तव्य परायण स्वरूप में, धर्म परायण स्वरूप में, 140 करोड़ देशवासियों के प्रतिनिधि के रूप में, तेज तप और तपश्चर्या के पर्याय के रूप में, भारत भारतीयता के अग्रदूत के रूप में और साथ ही साथ सनातन संस्कृति के ध्वजवाहक के रूप में प्रस्तुत हैं गर्भगृह में। सनातन संस्कृति के संवाहक के रूप में, भारत की एकात्मता के, भारत के वैभव के इस अटूट प्रदर्शन के आज दिन को पूरी दुनिया साक्षी हो रही है। और अगर देखें तो निश्चित तौर से जिस तरीके से प्रधानमंत्री जी पहुंचे हैं, कहा जा सकता है कि वह शंकर का तेज लिए आता है, सत्य सनातन शाश्वत का वह वेग लिए आता है, माथे पर अपने त्रिपुंड सजाकर जगत गुरु भारत का संदेश लिए आता है। और वह संदेश है वसुधैव कुटुंबकम का। പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന്റെ ആരംഭമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനു മുമ്പ് ആരംഭത്തിനുള്ള ഒരു പ്രധാന കാരണം ചെയ്യുന്നത് ഈ യജമാന സ്ഥാനത്ത് നിൽക്കുന്ന ഈ പ്രധാനമന്ത്രി ആദ്യം ഒരു ദേവന്റെ അനുഗ്രഹം വാങ്ങുക എന്നുള്ള ചടങ്ങാണ് ഇപ്പോൾ പ്രധാനമായി നടക്കുന്നത്. അതായത് ഇപ്പോൾ നിലവിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ പ്രതിമ നേത്രോന്മീലനം എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. അതായത് അതിന്റെ കണ്ണ് തെളിക്കുക, അതിലേക്ക് ചൈതന്യം പകരുക എന്നുള്ളതാണ് ഒരു പ്രധാനമായിട്ടും ഇനി നടക്കേണ്ട ഒരു ചടങ്ങ്. അതിനുവേണ്ടിയുള്ള ഒരു ആചാര ചടങ്ങുകളാണ് പ്രധാനമായിട്ട് നടക്കുന്നത്. അതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അതിനുള്ള ഒരു സാധാരണ ഒരു തന്ത്രിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സാധാരണ ചെയ്യാറുള്ളത്. കാരണം ഒരു ഹൈന്ദവ ആചാരപ്രകാരം, വൈദിക ചടങ്ങുകൾ പ്രകാരം ഈ അതായത് കഴിഞ്ഞ ദിവസം തന്നെ
ശിലാന്യാസം ഇതുപോലെ പൂർത്തിയായതിനു ശേഷം ഈ ശിലയെ ആറാട്ട് നടത്തി പൂജിച്ചതിന് ശേഷം അഭിഷേകം ചെയ്തതിനു ശേഷം അതിനൊരു ജീവൻ ഏറ്റെടുക്കുന്നു എന്നുള്ളൊരു സങ്കല്പത്തിലാണ് ഈ പ്രതിമ ഇരിക്കുന്നത്. അതായത് ഈ തന്ത്രമന്ത്രങ്ങളിലൂടെ ആവാഹിച്ച ഒരു ശക്തി അത് ഈ ഒരു വൈദികൻ ഒരു തന്ത്രി സാധാരണ ഒരു പ്രതിമയിലേക്ക് ഒരു തന്റെ ജീവൻ തന്റെ പകത്ത് കൊടുക്കുന്നു എന്നൊരു സങ്കല്പത്തിലാണ് സാധാരണ ഇത് ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ ഇപ്പോൾ അയോധ്യയിൽ ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഒരു യജമാന സ്ഥാനത്ത് നിന്നുകൊണ്ട് പ്രധാനമന്ത്രി തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. ഇപ്പോൾ അതുകൊണ്ട് ആദ്യം ഈ പ്രതിമയ്ക്ക് മുൻപിൽ തന്നെ ഇരുന്നിട്ട് ഈ ഒരു ഇപ്പോൾ അടുത്ത ആളുകൂടി ഇരിക്കുകയാണ്. കാര്യം ഈ ഗർഭഗൃഹത്തിലേക്ക് ഇപ്പൊ കടന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയോടൊപ്പം RSSന്റെ മേധാവിയായിട്ടുള്ള മോഹൻ ഭാഗവത് കൂടി ഇപ്പോൾ ഈ ഗർഭഗൃഹത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആദ്യം ഇവരുടെ ഒരു ശരീരശുദ്ധി എന്നുള്ള ഒരു സങ്കല്പമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ ഒരു വൈദികരും തന്ത്രികളും ചെയ്യേണ്ട ഓരോരോ ചടങ്ങുകളാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഓരോരോ നേതാക്കന്മാർ തന്നെ ഇതുമായി ബന്ധമില്ലാത്ത നേതാക്കന്മാർ തന്നെ ഇപ്പോൾ യജമാന സ്ഥാനത്ത് നിന്നുണ്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരി, വിഷ്ണു പ്രസാദ് അയോധ്യയിൽ നിന്ന് ചേരുന്നുണ്ട്. വിഷ്ണു, ഈ ചടങ്ങുകൾ ഇനിയിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് തുടരുകയാണോ ചെയ്യുക ഈ പ്രതിഷ്ഠ കഴിയുന്നവരെ? തീർച്ചയായും ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളതാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ. ഇപ്പോൾ ഇതിന്റെ ഭാഗമായുള്ള പൂജകൾ നടക്കുകയാണ്. 12:28 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിഷ്ഠയ്ക്ക് പ്രാണം നൽകുന്ന പ്രക്രിയയായ പ്രാണപ്രതിഷ്ഠ എന്ന ചടങ്ങ് നടത്തുക. ഈ സമയത്ത് പ്രതിമയുടെ കണ്ണിൽ കെട്ടിയിട്ടുള്ള അല്ലെങ്കിൽ വിഗ്രഹത്തിന്റെ കണ്ണിൽ കെട്ടിയിട്ടുള്ള തുണി അദ്ദേഹം അഴിച്ചു മാറ്റും. ശേഷം ഈ പ്രതിഷ്ഠയ്ക്ക് അദ്ദേഹം കണ്ണാടിയിൽ ബിംബം കാണിച്ചു കൊടുക്കുകയും ശേഷം സ്വർണ്ണ സൂചി കൊണ്ട് അഞ്ജനം കണ്ണിൽ എഴുതുകയും ചെയ്യുമെന്നാണ് ഇതിന്റെ ഒരു നടപടിക്രമം. എന്തായാലും ഇപ്പോൾ അദ്ദേഹം ഉൾപ്പെടെ, അതായത് ഗർഭഗൃഹം എന്നറിയപ്പെടുന്ന ശ്രീലകത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ 5 പേരാണുള്ളത്. അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, RSS മേധാവി, കൂടാതെ ഈ അയോധ്യ രാമക്ഷേത്ര ട്രസ്റ്റിന്റെ പ്രസിഡന്റ്, ഇതുകൂടാതെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി, ഉത്തർപ്രദേശ് ഗവർണർ എന്നിവരാണ് ഈ ഗർഭഗൃഹത്തിനകത്തുള്ളത്. ഇവർ ചേർന്നുകൊണ്ടാണ് ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടത്തുക. പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ശേഷം ആരതി നടക്കുമ്പോൾ വ്യോമസേന വിമാനം അവിടെ പുഷ്പവൃഷ്ടി നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഇപ്പോഴുണ്ടായിട്ടുള്ള, അതായത് പ്രധാനമന്ത്രി യമുനയിൽ ഇറങ്ങി, സരയൂ തീരത്തിറങ്ങി അവിടെ നിന്ന് കാൽനടയായി ക്ഷേത്രത്തിലേക്ക് എത്തിയാണ് ഇപ്പോൾ ഈ ഒരു ചടങ്ങുകളിലെല്ലാം പങ്കെടുക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 1992 ബാബരി മസ്ജിദ് പൊളിച്ചു നീക്കപ്പെടുകയും ശേഷം അവിടെ സുപ്രീം കോടതി വിധി പ്രകാരം പടുത്തുയർത്തുകയും ചെയ്ത രാമക്ഷേത്രത്തിലാണ് ഇപ്പോൾ പ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുന്നത്.